ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ദിവസം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് എല്ലാവരെയും ഞെട്ടിച്ചത് ജയ്സ്വാൾ ആയിരുന്നു. താരം ഇന്ന് ഡബിൾ സെഞ്ചുറിയാണ് അടിച്ചുകൂട്ടിയത്. 209 റൺസാണ് ജയ്സ്വാൾ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സിൽ 396 റൺസ് ഇന്ന് എടുത്തു. ശേഷം ഇംഗ്ലണ്ട് ഫസ്റ്റ് ഇന്നിങ്സിൽ ഇറങ്ങി. അവരും ഇപ്പോൾ ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ്സ്വാൾ ഒരു യുവതാരമാണ്. പക്ഷേ ഇതിനോടകം തന്നെ ജയ്സ്വാൾ ഒരുപാട് നേട്ടങ്ങൾ നേടിക്കഴിഞ്ഞു. ഇന്ന് ഡബിൾ സെഞ്ചുറിയാണ് ജയ്സ്വാൾ നേടിയത്. ജയ്സ്വാൾ കാരണമാണ് ഇന്ത്യക്ക് ഇന്ന് കൂറ്റൻ ടാർഗറ്റ് ലഭിച്ചത്. പിന്നീട് ഇംഗ്ലണ്ട് ഫസ്റ്റ് ഇന്നിങ്സിന് ഇറങ്ങി. എന്നാൽ ഇംഗ്ലണ്ടിന്റെ വിക്കറ്റുകൾ ചറപറ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ജസ്പ്രീത് ബുംറ മികച്ച ബൗളിംഗ് ഇന്ന് പുറത്തെടുത്തു. 5 വിക്കറ്റാണ് ബുംറ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ ബൗളിംഗിന് മുന്നിൽ അധിക നേരം ഇംഗ്ലണ്ടിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവർ ഇന്ന് ഓൾ ഔട്ട് ആകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ന് 251 റൺസിൽ ഇംഗ്ലണ്ട് ഓൾ ഔട്ടായി. പിന്നീട് ഇപ്പോൾ ഇന്ത്യ സെക്കൻഡ് ഇന്നിങ്സിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് സ്റ്റെമ്പ് എടുക്കുമ്പോൾ ഇന്ത്യ 28 റൺസ് എടുത്തിട്ടുണ്ട്. ഒരു വിക്കറ്റ് പോലും ഇന്ത്യയുടെ പോയിട്ടില്ല. ഇന്ത്യക്ക് ഇപ്പോൾ 171 റൺസിന്റെ ലീഡുണ്ട്. സെക്കൻഡ് ഇന്നിങ്സിൽ ഒരു 300 റൺസ് ഇന്ത്യ എടുത്താൽ ഇന്ത്യ ഷുവറായിട്ടും ഈ ടെസ്റ്റ് ജയിക്കും. ഇനി അവസാന നിമിഷം ഇന്ത്യ ടെസ്റ്റ് കളഞ്ഞു കുളിക്കുമോ എന്നാണ് ആരാധകർ പേടിക്കുന്നത്. കഴിഞ്ഞ ടെസ്റ്റും അതുപോലെയാണ് സംഭവിച്ചത്. വെറും 28 റൺസിന് ഇന്ത്യ കളി തോറ്റു. നിലവിലെ അവസ്ഥ വെച്ച് ഇന്ത്യ വിജയിക്കാൻ തന്നെയാണ് സാധ്യത. നാളെ ഇനി അടിച്ചു കളിച്ചാൽ 200+ റൺസ് ലീഡായിരിക്കും. അത് മറികടക്കാൻ ഇംഗ്ലണ്ടിന് അത്ര ഈസി ആയിരിക്കില്ല. ഇന്ന് ഇന്ത്യൻ ടീമിന്റെ നട്ടെല്ലായത് ജയ്സ്വാൾ ആയിരുന്നു. ജയ്സ്വാൾ കളിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് ഇത്രയും അധികം റൺസ് കിട്ടുമായിരുന്നില്ല. അതുപോലെ തന്നെ ബൗളിംഗിൽ ജസ്പ്രീത് ബുംറയുടെ ബൗളിംഗിൽ ബാറ്റ് വയ്ക്കാൻ ഭയപ്പെടുന്ന ഇംഗ്ലണ്ടിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. എന്തായാലും രണ്ടാം ടെസ്റ്റ് ഇന്ത്യ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.